എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണമന്തയുടെ ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്താലിങ്കലാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും ഇന്ന് 22ാമത്തെ ഈ സബരിയിലേക്ക്, സഹസ്രനാമ സബരിയുടെ 22ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നവരാത്രിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ദേവീപ്രീതി ധാരാളം അങ്ങനെ ലഭിച്ച് സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് വളരെ ഊർജ്ജസ്വലരായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. അല്ലെങ്കിലും ചെയ്യാറുണ്ട്. നമ്മൾക്ക് കാര്യമായി സമയമൊന്നും കളയാതെ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 231ാമത്തെ നാമം മഹാഭൈരവ പൂജിത എന്നുള്ള നാമത്തിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ അത് 57ാമത്തെ ശ്ലോകമാണ് ഇനി എടുക്കേണ്ടത്. 57ാമത്തെ ശ്ലോകം നോക്കാം. മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി. മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി. ഇവിടെ 232 മുതൽ 234 വരെ 3 നാമങ്ങളാണ്. കാരണം മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി ഇത് ഒരു നാമമാണ്. അത് കഴിഞ്ഞാൽ ഓം മഹാകാമേശ മഹിഷിയെ നമ മഹാത്രിപുരസുന്ദരി നമ, അങ്ങനെ 2 നാമങ്ങളും. ഇത് കൂടി 57ാമത്തെ ശ്ലോകത്തിൽ 3 നാമങ്ങളാണുള്ളത്. ആദ്യത്തെ നാമം നമുക്ക് നോക്കാം. മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി. ഇപ്പൊ ഇവിടെ മഹേശ്വരൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പരമേശ്വരൻ ശങ്കര ഭഗവാനാണ് മഹേശ്വരൻ. മഹേശ്വരന്റെ മഹാകൽപ സമയത്തെ മഹാതാണ്ഡവത്തിന് സാക്ഷിയായി നിൽക്കുന്ന ദേവി, ആ ദേവിക്ക് നമസ്കാരം. അപ്പോൾ ഇവിടെ നമുക്ക് ആ മഹാകൽപ്പം എന്താണെന്നും ആ മഹാതാണ്ഡവം എന്താണെന്നും നോക്കാം. താണ്ഡവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾക്കൊക്കെ ഒരു ബോധമുണ്ട്, നൃത്തമാണെന്ന്. ശിവതാണ്ഡവം എന്നൊക്കെ പറഞ്ഞാൽ ശിവൻ ഘോരരൂപിയായിട്ടോ അല്ലെങ്കിൽ ആനന്ദത്തിലോ ഒക്കെ നൃത്തം ചെയ്യുന്ന ചടുല നൃത്തമാണ് താണ്ഡവം എന്ന്. പക്ഷേ താണ്ഡവം സൃഷ്ടിയുടെ ആദ്യത്തെ എന്താ പറയുക, ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഓഫ് സൃഷ്ടിയാണ് താണ്ഡവം. കാരണം ഇത് കാരണജലധി. എവിടെയാണ് താണ്ഡവം ചെയ്യുന്നത്? കാരണജലധി അല്ലെങ്കിൽ മൂലപ്രകൃതി, നമ്മൾ ഇതൊക്കെയാണ് പറയുക. ഈ എല്ലാ സാധനങ്ങളും ഉണ്ടാവുന്നതിന് മുന്നേ ആ ഈശ്വരീയ ചൈതന്യം മാത്രം, പരബ്രഹ്മം മാത്രം ഉണ്ടായിരുന്ന, പരബ്രഹ്മത്തിൻ്റെ ആ എനർജി, ആ ഊർജം മാത്രം ഉണ്ടായിരുന്ന അവസ്ഥ, ആ അവസ്ഥയുടെ സമയത്ത് ഉള്ള ആ മാസിനെ ആണ് പറയുന്നത് കാരണജലധി എന്നും അല്ലെങ്കിൽ മൂലപ്രകൃതി എന്നും ഒക്കെ പറയുന്ന പ്രൈമോഡിയൽ മാറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇതിന്നാണ് എല്ലാം ഉണ്ടായത്. ഇപ്പോൾ സയൻസ് എല്ലാം ഇതൊക്കെ എത്രയോ കാലം മുന്നേ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പറഞ്ഞു വെച്ചതാണ് ഇതിനെക്കുറിച്ചൊക്കെ. പക്ഷേ സയൻസ് പറയുന്നു അങ്ങനെ ഒരു മാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബിഗ് ബാങ് തിയറി അത് അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഗ്രഹങ്ങളും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളൊക്കെ ആയി പരിണമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം. അന്ന് ആരുമില്ല. അപ്പോൾ ഈ മഹാകൽപ്പം എന്താണ്? മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവം. മഹാകൽപ്പം ശരിക്ക്
കൽപ്പം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സമയത്തിനെ അളക്കുന്ന ചില മൂല്യ എന്താ പറയുക മാനദണ്ഡങ്ങളാണ്. പക്ഷെ കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ദിവസത്തിനെയാണ് പൊതുവെ നമ്മൾ പറയുന്നത് കൽപ്പം എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ ദിവസത്തിനെ നമ്മൾ കൽപ്പം എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ രാത്രിയെ നമ്മൾ നൈമിത്തിക പ്രളയം അല്ലെങ്കിൽ പ്രളയം എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക നാരായണീയം പഠിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ചൊക്കെ. കാരണം നാരായണീയത്തിൻ്റെ പഠിതാക്കളാണ് എല്ലാവരും. അപ്പോൾ ഈ പ്രളയവും ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ട് ആണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നൈമിത്തിക പ്രളയം. ആ കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ പകലാണ്. അപ്പോൾ കൽപ്പത്തിന് ഇനി ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. പെട്ടെന്ന് സമയം പെട്ടെന്ന് അധികം എടുക്കില്ല. 4 യുഗങ്ങൾ ചേർന്നതാണ് ഒരു ചതുർയുഗം. അത് നമുക്കറിയാം. ഇപ്പോൾ മന്വന്തരങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. 17 വർഷം കൂടുമ്പോൾ ഓരോ മന്വന്തരങ്ങളും ആവർത്തിച്ചു വരും. 17 മനുക്കളുണ്ടെന്നൊക്കെ. അപ്പോൾ 4 യുഗങ്ങൾ ചേർന്നതാണ് ഒരു ചതുർയുഗം. അപ്പോൾ ഈ ചതുർയുഗത്തിലെ ആദ്യത്തെ സദ്യുഗമാണ്. 17,28,000 കൊല്ലമാണ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. സത്യുഗം 17,28,000 കൊല്ലമാണ്. ത്രേതായുഗം 12,96,000 കൊല്ലമാണ്. ദ്വാപരയുഗം ഒക്കെ 25% കുറയും. അവസാനം കലിയുഗം വരുമ്പോൾ 50% ആയി കുറയും. ദ്വാപരയുഗം 8,66,000 കൊല്ലമാണ്. അതുപോലെ തന്നെ കലിയുഗം 4,32,000 കൊല്ലമാണ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, കലിയുഗം കഴിയാറൊന്നും ആയിട്ടില്ല. ഇനി എന്തൊക്കെയോ കാണാനിരിക്കുന്നുണ്ട് നമ്മൾ. കാരണം ഇപ്പോൾ ബി സി എന്നൊക്കെ പറയണ്ടേ ഇതൊക്കെ സൂചിപ്പിക്കണമെങ്കിൽ, എന്നാലേ നമുക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. BC 3102 കലിയുഗം തുടങ്ങിയത് എന്നാണ് നമ്മളുടെ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്കുകളെ BC ആയിട്ട് യോജിപ്പിക്കുമ്പോൾ 3102 കലി പ്രവേശിച്ചത് എന്നാണ് കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ 3202 പിന്നെ ഇപ്പോൾ 2025 ഇത്രയും കൂട്ടിയാൽ മതി ഈ 4,32,000. അപ്പോൾ ഇനിയും 4,25,000 കൊല്ലത്തോളം കലിയുഗവും ബാക്കിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാണാനിരിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇങ്ങനെ 43,20,000 കൊല്ലാണ് ഒരു ചതുർയുഗത്തിലുള്ളത്. ഇതിനെ ചതുർയുഗം എന്ന് പറയും, അല്ലെങ്കിൽ യുഗചക്രം എന്ന് പറയും. ഇങ്ങനത്തെ ഈ യുഗചക്രം ഇങ്ങനെ 1000 യുഗചക്രം ചേർന്നാൽ ഒരു കൽപ്പമായി. അതാണ് കണക്ക്. അപ്പോൾ കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. അപ്പോൾ പകലുണ്ടായാൽ രാത്രി ഉണ്ടാവും. അപ്പോൾ 43,20,000 ഉള്ള ഈ അപ്പോൾ 1000 × 43,20,000 കൊല്ലം എന്ന് പറഞ്ഞാൽ 432 കോടി വർഷമായി. അപ്പോൾ ഒരു പകലാണത്, 432 കോടി വർഷം. അപ്പോൾ ഒരു പകലും ബ്രഹ്മാവിൻ്റെ പ്രളയം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ചേതനകളും അടങ്ങിയിട്ട് ജഡമായി മാറുന്ന അവസ്ഥയാണ് പ്രളയം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉറക്കത്തെ പ്രളയം എന്ന് വിളിക്കുന്നെങ്കിൽ എല്ലാം ബീജാവസ്ഥയിലേക്ക് പോയി ഒന്നും അറിയില്ല. അതിനെയാണ് ജഡാവസ്ഥയിലേക്ക് മാറുന്നതാണ് നിദ്ര. ആ നിദ്ര തന്നെയാണ് പ്രളയം. അപ്പം നമ്മളൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വപ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ജഡാവസ്ഥയിലേക്ക് പോവുകയാണ്. ബീജം അപ്പോഴും ഉണ്ട് നമ്മുടെ ഉള്ളിൽ, അത് പോകുന്നില്ല. അത് പോയി കഴിഞ്ഞാൽ ശരീരം ജഡമായി മാറും പെർമനൻ്റ് ആയിട്ട്. അപ്പോൾ ആ ജഡാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയ്ക്കാണ്, സജീവമല്ലാത്ത അവസ്ഥയാണ് ഇവിടെ പ്രളയം എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ 432 കോടി പകലുകൾ അവിടെ ആത്മാ ചൈതന്യമുള്ള സമയമാണ്, ചരാചരങ്ങൾക്ക് ജീവനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ അത്രയും സമയം 432 വർഷം ബ്രഹ്മാവിൻ്റെ നൈമിത്തിക പ്രളയകാലമാണ്. അപ്പോൾ 864 കോടി വർഷമായി ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ഇങ്ങനെ ഒരു ദിവസത്തെ 365 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മാവിൻ്റെ ഒരു വർഷം കിട്ടും. ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വർഷം. നമ്മുടെയൊക്കെ പോലെ തന്നെ ഇപ്പോൾ എല്ലാവരും 90, 98, 100 വർഷമൊക്കെ ജീവിക്കുന്നുണ്ട് മിക്കവാറും ആളുകൾ, പഴയ ആളുകളൊക്കെ. അപ്പോൾ ഇങ്ങനെ 100 വർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. പക്ഷേ ബ്രഹ്മാവിൻ്റെ കാലഗണന വ്യത്യാസമാണെന്ന് മാത്രം. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാകൽപ്പമാണ് അപ്പോൾ വരുന്നത്. ഇങ്ങനെ 100 വർഷം ബ്രഹ്മാവിൻ്റെ ആയുസ് വരുന്നതാണ് മഹാകൽപ്പം. അത് കഴിഞ്ഞാൽ ബ്രഹ്മാവിനെ വിലയിക്കേണ്ടി വരും. പ്രകൃതിയിൽ, ഈ മൂലപ്രകൃതിയിൽ ബ്രഹ്മാവ് വിലയിച്ചു പോകും. എല്ലാം ബാക്കിയാവുമ്പോൾ ആ പരബ്രഹ്മം മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്വൈതമാണ് നമ്മുടെ പരമോന്നതമായ സിദ്ധാന്തം. എന്ത് നമ്മൾ പറയുന്നുവോ അതൊക്കെ
പലതായി നമ്മൾ കാണുന്നു എന്ന് മാത്രം. പക്ഷെ അതെല്ലാം ഒന്നാണ്. പരബ്രഹ്മം എന്ന ശക്തിയുടെ ആ ഭിന്ന രൂപങ്ങളാണ് ഈ കാണുന്ന ദേവതകളെല്ലാം, ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം, നമ്മളെല്ലാം. അപ്പോൾ എന്നാണ് നമ്മൾ പറഞ്ഞത്? ഇതിന് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു മഹാകൽപ്പം എന്ന് പറഞ്ഞാൽ 3,15,31,000 കോടി വർഷം. അതാണ് കൃത്യമായിട്ടുള്ള കണക്ക്. എന്ന് വെച്ചാൽ 864 ഇൻറ്റു 365 ഇൻറ്റു 100, 100 വർഷമാണ് ബ്രഹ്മാവിൻ്റെ. അപ്പോൾ വലിയ സമയമാണ് ഇതൊക്കെ. പക്ഷേ ഈ നമ്മളിങ്ങനെ കണക്ക് കൂട്ടുന്ന നമ്മൾക്ക് ഇതൊക്കെ വളരെ വലിയ സമയമാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ ആയുസ് നോക്കുമ്പോൾ ഇത് അവർക്കൊക്കെ ഇത് വളരെ ചെറിയ സമയങ്ങൾ മാത്രമാണ്. കാരണം നമ്മളുടെ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്ന വസ്തുവിലും അപ്രാപ്യമായിട്ടുള്ളതാണ് ഈ ബ്രഹ്മാണ്ടം. അതുകൊണ്ട് ഈ കണക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആലോചിച്ചാൽ മതി. അങ്ങനെ വരുന്ന മഹാകൽപ്പത്തിന് എല്ലാ സമയത്തും പ്രകൃതിയിലേക്ക് ലയിക്കും. ഓരോ കൽപ്പങ്ങളിലും പ്രകൃതിയിലേക്ക് ലയിക്കും. പക്ഷെ അങ്ങനെ വരുന്ന ഒരു 100 വർഷം കൂടുമ്പോൾ വരുന്ന ആ ചതുർയുഗത്തിലെ കൂടി വരുന്ന മഹാകൽപ്പ സമയത്ത് എല്ലാം ലയിച്ച് ബീജരൂപത്തിലാവും. അപ്പോഴാണ് നമ്മൾ ഭാഗവതത്തിലെ ആ മനോഹരമായ രംഗം കാണുന്നത്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഇവിടെ ഒരു വടവൃക്ഷത്തിൻ്റെ ഇലയിൽ, ആ വടപത്രത്തിൽ ഭഗവാൻ ഒരു ശിശുരൂപിയായിട്ട് തൻ്റെ വലതേ കാലിൻ്റെ പെരുവിരൽ വായിൽ വെച്ച് അങ്ങനെ ആ വായിൽ വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന രൂപമാണ് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്, എല്ലാം തന്നിലേക്ക്, എല്ലാം ബീജരൂപത്തിൽ സർവവും തന്നിലേക്ക് ആക്കിയതിന് ശേഷം അങ്ങനെ സൃഷ്ടിയുടെ ആദ്യത്തെ ആ ഒരു സിഗ്നലാണ് ഈ ആലിലയിലുള്ള കൃഷ്ണൻ. കാരണം ആലില എന്ന് പറയുന്ന ത്രികോണാകൃതിയാണ്. അപ്പം നമുക്കറിയാം ശക്തി ശ്രീചക്രത്തിൻ്റെ ഒക്കെ രൂപങ്ങൾ കാണിക്കുമ്പോഴേ ജോമെട്രിയാണ് ഈ വേൾഡ് തന്നെ. ഈ ബ്രഹ്മാണ്ടം തന്നെ ഒരു ജോമെട്രി ഷേപ്പാണ്. അതിനകത്ത് ത്രികോണങ്ങൾക്ക് ഒരുപാട്, സൃഷ്ടിയുടെ ആദ്യത്തെ ഒരു രചനയാണ് ത്രികോണത്തെ കൊണ്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീചക്രത്തിൽ അധോമുഖങ്ങളായിട്ടുള്ളതും ഊർധ്വമുഖങ്ങളായിട്ടുള്ള 9 ത്രികോണമാണുള്ളത്. അപ്പോൾ ഈ ആലിലയുടെ ഷേപ്പ് അത് തന്നെ ഒരു ത്രികോണാകൃതിയാണ്. അപ്പോൾ സൃഷ്ടിയുടെ ആദ്യത്തെ ആരംഭത്തിൻ്റെ സൂചനയാണ് ഈ ആലിലയുടെ ത്രികോണാകൃതി സൂചിപ്പിക്കുന്നത്. എന്നിട്ടോ ഇടതുവശത്ത് കൂടെ പോകുന്ന എനർജി തിരിച്ച് വലതുവശത്തെത്തി വലതുവശത്ത് നിന്ന് വീണ്ടും ഭഗവാന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതാണ് സിംബോളിക്കായിട്ട് വലതുവശത്തെ പെരുവിരല് വായിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടി തുടങ്ങുന്നത് വരെ ഇതിങ്ങനെ ആ എല്ലാ ബീജങ്ങളെയും ഉള്ളിൽ സമന്വയിപ്പിച്ചിട്ട് ഇങ്ങനെ ഭഗവാൻ വിരൽ കുടിച്ചുകൊണ്ടിരിക്കും. ആ ശക്തി പുറത്തേക്ക് പോയില്ല. ഇനി ഇവിടെ താണ്ഡവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ മഹേശ്വരനും. അപ്പോൾ മഹേശ്വരൻ, നമുക്കറിയാം ശബ്ദത്തിൽ നിന്നാണ് ബ്രഹ്മാണ്ടം ഉണ്ടായി എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ആ ശബ്ദം, നൃത്തത്തിൽ നിന്നും ശബ്ദമുണ്ടായി എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാം. ഇവിടെ മഹേശ്വരൻ്റെ നൃത്തം ഇങ്ങനെ എല്ലാം തന്നിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരുമില്ലാത്ത അവസ്ഥയിൽ മഹേശ്വരൻ അങ്ങനെ ആനന്ദ നടനം, താണ്ഡവ നൃത്തമാടുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ താണ്ഡവ നൃത്തം? പ്രൈമോഡിയൽ മാറ്റർ, മൂലപ്രകൃതിയിലാണ്. ഒന്നുമില്ലാത്ത ഒരു പിണ്ഡാവസ്ഥയുള്ള സാന്ദ്രമായിട്ടുള്ള ഒരു പിണ്ഡമായിട്ടാണ് ഈ ബ്രഹ്മാണ്ടം നിൽക്കുന്നത്. ഒന്നുമില്ല. ആ ബ്രഹ്മാണ്ടത്തിൽ ഈ സൃഷ്ടിയുടെ ആദ്യത്തെ നിലയിൽ ഈ താണ്ഡവം ആരംഭിക്കുകയാണ്. ആ താണ്ഡവം ആരംഭിക്കുമ്പോൾ താണ്ഡവത്തിൽ നിന്നും എനർജിയാണ് എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ താണ്ഡവത്തിൽ നിന്ന് വരുന്ന എനർജി, ആ എനർജിയാണ് ഈ ബിഗ് ബാങ് തിയറിയുടെ ആ എക്സ്പ്ലോഷനായി മാറുന്നത്. അങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ ഗോളങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ മഹേശ്വരൻ്റെ താണ്ഡവത്തിൽ നിന്നും. ഇവിടെ മഹേശ്വരൻ എന്ന് പറയുന്നു നമ്മൾ, അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്നു നമ്മളെ, ശക്തി എന്ന് പറയുന്നു, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇവിടെ ബാലാമണിയമ്മയുടെ ഒരു ശ്ലോകം, ഒരു കവിതയുണ്ട്. ആ കവിതയുടെ 4 വരി വളരെ മനോഹരമാണ്. നമ്മുടെ കവയിത്രികളുടെയൊക്കെ എത്രമാത്രം അവർക്കൊക്കെ അറിവുണ്ടായിരുന്നു എന്ന് അത്ഭുതം തോന്നിപ്പോകുന്ന നിമിഷമാണ്. ശ്രീവിദ്യേശ്വര കേവല പ്രകൃതിമേൽ ആനന്ദ നൃത്തോദ്യതം കാൽവയ്ക്ക് പൊടി പോലെ പൊങ്ങി നിറയും ബ്രഹ്മാണ്ടഗോളങ്ങളിൽ ആവർത്തിച്ചു പതിച്ചിടും നിജതനുജ്യോതിസിനാൽ ജീവസർഗാവിർഭാവ ലയങ്ങൾ തീർക്കും അവിടേക്കൻ ഹർഷബാഷ്പാഞ്ജലി. എത്ര മനോഹരമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. ശ്രീവിദ്യേശ്വര, ശ്രീവിദ്യയുടെ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേശ്വരൻ,
മഹാതാണ്ഡവമാടുന്ന മഹേശ്വരൻ. കേവല പ്രകൃതി എന്താണ് നമ്മൾ പറഞ്ഞ പ്രൈമോഡിയൽ മാറ്റർ, മൂലപ്രകൃതി, കാരണ ജലതി, കേവല പ്രകൃതി മേൽ ആനന്ദ നൃത്തോദ്യതം. അങ്ങനെ ആടാൻ തുടങ്ങുകയാണ് ആ നൃത്തം, ശിവതാണ്ഡവം. കാൽവെക്കെ പൊടി പോലെ പൊങ്ങി നിറയും ബ്രഹ്മാണ്ടഗോളങ്ങളിൽ. ആ കാൽവെപ്പെന്നാണ് എല്ലാം പൊട്ടിത്തെറിച്ച് ഈ ബ്രഹ്മാണ്ടം തന്നെ ഉണ്ടാകുന്നത്. എത്ര കൃത്യമായിട്ട് ബിഗ് ബാങ് തിയറി അവതരിപ്പിച്ചിട്ടുണ്ട് ബാലമണിയമ്മ അന്നത്തെ കാലത്ത്. ആവർത്തിച്ചു പതിച്ചിടും നിജതനുജ്യോതിസിനാൽ ജീവസർഗാവിർഭാവ ലയങ്ങൾ. അങ്ങനെ അത് ജീവന്റെ സർഗലയങ്ങൾ അങ്ങനെ അങ്ങ് തീർക്കുകയാണ് ബ്രഹ്മാണ്ടം ഉണ്ടാക്കിയതിന് ശേഷം. അവിടേക്ക് എൻ ഹർഷബാഷ്പാഞ്ജലി. ഏത് കവിതയാണെന്ന് എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അറിയെങ്കിൽ ഒന്ന് ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇതേപോലെയാണ്. ഇതാണ് മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. ഈ താണ്ഡവത്തിന് ആരാണ് സാക്ഷി? ദേവി മാത്രം. ദേവി അത് കണ്ട് നിൽക്കുകയാണ്. അപ്പൊ ദേവിയുടെ നൃത്തം സതി സത്തും ചിത്തുമാണ്. സത്ത് ശിവനാണ്, ചിത്ത് ദേവിയാണ്. സത്ത് ശിവൻ താണ്ഡവം, ചിത്ത് ദേവി ലാസ്യം. അപ്പൊ ഈ താണ്ഡവവും ലാസ്യത്തിൽ നിന്നുമാണ് സൃഷ്ടി. അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂലപ്രകൃതിയില് ശരിക്കും ഈ ദേവിയുടെ ശക്തി കൂടുമ്പോഴാണ് സൃഷ്ടി ശരിക്കും പോസിബിൾ ആവുന്നത്, സാധ്യമാകുന്നത്. അല്ലെങ്കിൽ സൃഷ്ടി ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ദേവി അത് സാക്ഷിണിയായി നിൽക്കുകയാണ്. അതിന് സാക്ഷി, അതിന്റെ സ്ത്രീലിംഗം സാക്ഷിണി, അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെ ദേവി മൂലപ്രകൃതിയായി ആ സമയത്തും കൂടെ തന്നെ ഉണ്ടാവും എന്നുകൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാം തന്നിലേക്ക് ഒതുങ്ങുമ്പോഴും ആ ദേവി സാക്ഷിണിയായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ബ്രഹ്മാവിന്റെ ആയുസ്സുണ്ട്, അതുപോലെ വിഷ്ണുവിന് പുനർജന്മമുണ്ട്. പക്ഷെ ദേവി സാക്ഷിണിയായിട്ട് എപ്പോഴും ആ ശക്തി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 232 നാമം ഞാൻ മുഴുവൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഒരുപാട് പറയാൻ ഉദ്ദേശിച്ച ശ്ലോകമാണത്. ഇനി അടുത്ത 233 നാമമാണ് മഹാകാമേശ മഹിഷി. വളരെ എളുപ്പമുള്ള നാമമാണ് മഹാകാമേശ മഹിഷി. മഹാകാമേശൻ എന്ന് പറഞ്ഞാൽ സദാശിവൻ. സദാശിവന്റെ മഹിഷി, പട്ടമഹിഷി. പട്ടമഹിഷി എന്ന് പറഞ്ഞാൽ ധർമ്മപത്നി. ചിലപ്പോ പലർക്കും പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർക്കും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ എല്ലാവരെയും പട്ടമഹിഷി എന്ന് പറയില്ല. തൻ്റെ കൂടെ ആ കോറോണേഷൻ ടൈമിൽ അല്ലെങ്കിൽ കിരീടധാരണ ടൈമിൽ സിംഹാസനത്തിലിരുത്തി തൻ്റെ കൂടെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഉപചരിക്കുന്ന ആ പത്നിയാണ് പട്ടമഹിഷി. അപ്പോൾ ഇവിടെ മഹാകാമേശന്റെ മഹിഷി തന്നെയാണ് ദേവി. ആ മഹാകാമേശന്റെ മഹിഷിയായ ദേവിക്ക് പ്രണാമം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാ കാമങ്ങളും പൂർത്തീകരിക്കുന്നവനാണ് മഹാകാമേശൻ. എല്ലാ കാമങ്ങളും പൂർത്തീകരിക്കുന്നവനാണ്. ആ മഹാകാമേശന്റെ മഹിഷിയാണ്. അപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകടമാകാത്ത പ്രാണോർജം. ശിവ എന്ന് പറഞ്ഞാൽ ശിവനാണ്, പുല്ലിംഗമാണ് ശിവ എന്ന് പറഞ്ഞാൽ. അതേസമയത്തോ ശിവ എന്ന് പറഞ്ഞാലോ സ്ത്രീലിംഗമാണ്, അവിടെ ദേവിയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ശിവ ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനുമായി അർദ്ധനാരീശ്വരനായി മാറി, ദേവിയും ദേവനുമായി മാറി. അപ്പോ പ്രാണൻ ഇങ്ങനെ തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് ഇങ്ങനെ സമാധിയുടെ അവസ്ഥയിലിരിക്കുന്ന ശിവനാണ് ആ ശിവാവസ്ഥയിലുള്ള പുരുഷൻ. അതേസമയത്ത് ശക്തിയായിട്ടുള്ള ശിവ എന്ന് പറയുന്ന പ്രകടമായിട്ടുള്ള ആ ഊർജം പുറത്തേക്ക് വരുമ്പോൾ ശക്തിയായി മാറും. അത് രണ്ടും കൂടിയുമ്പോഴാണ് ശിവശക്തി രണ്ടും കൂടിയിട്ടുള്ള എന്തായി മാറുന്ന അർദ്ധനാരീശ്വരനായി മാറുന്നത്. അപ്പോ മഹാകാമേശ മഹിഷി, രണ്ടുപേരും അന്തരമില്ല. മഹാകാമേശന്റെ മഹിഷിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് ആ നാമം. 233 നാമം. 234 നാമത്തിലേക്ക് പോവാം. മഹാത്രിപുര സുന്ദരി. ഇവിടെ ഇതോടുകൂടി മഹാ എന്നുള്ള ഈ നാമങ്ങളുടെ ശൃംഖല അവസാനിക്കുകയാണ്. അപ്പോൾ ത്രിപുരം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ത്രിപുരത്തിന്റെ മഹാത്രിപുര സുന്ദരി, ത്രിമൂർത്തികൾ ത്രിപുരന്മാരാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം ഇത് ത്രിപുരമാണ്. 3 ലോകങ്ങള്, ഭൂമി, ആകാശം, പാതാളം, ഇത് ത്രിപുരമാണ്. എല്ലാ ത്രിപുടികളിലും ന്യായ രൂപങ്ങള്, അതുപോലെ എന്ത് നിങ്ങൾ ത്രിപുടിയായി എടുത്താലും അതെല്ലാം ദേവി സ്വരൂപമാണ്. അതെല്ലാം അതിൻ്റെയൊക്കെ സൗന്ദര്യത്തിന്റെ ആധാരം ദേവിയാണ്. മഹാത്രിപുര സുന്ദരിയാണ് ദേവി. ഈ 3 ലോകങ്ങളുടെയും
ആധാരമായിട്ടുള്ള അകമഴിഞ്ഞ സൗന്ദര്യത്തിന് ഉടമയായിട്ടുള്ള ശക്തിയാണ് ദേവി. അതുകൊണ്ട് മഹാത്രിപുര സുന്ദരി. എല്ലാ ത്രിപുരങ്ങളും വസിക്കുന്ന ആ ദേവി, ലോകത്തിൻ്റെ ചേതനയായ ദേവി, ആത്മാവായ ദേവി. ദേവിയെ വിട്ടുപോയാൽ എല്ലാം ജഡം മാത്രം. ഇപ്പം നമ്മൾ കണ്ടു, അത് ദേവി വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം ജഡമായി മാറും. അപ്പോൾ ഈ മഹാത്രിപുരത്തിൻ്റെ ചൈതന്യമാണ്, സൗന്ദര്യമാണ് ദേവി. അതുകൊണ്ട് മഹാത്രിപുര സുന്ദരിയാണ് ദേവി. ഇനി ശിവനെ ത്രിപുരാരി എന്ന് വിളിക്കും. ത്രിപുരാരി എന്ന് പറഞ്ഞാൽ താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി, ഇങ്ങനെ 3 അസുരന്മാരുണ്ടായിരുന്നു. ഈ അസുരന്മാര് 3 പുരങ്ങൾ സൃഷ്ടിച്ചു. സ്വർണം, വെള്ളി, അതുപോലെ തന്നെ ഇരുമ്പ്. ആർക്കും തകർക്കാൻ പറ്റാത്ത കോട്ടകളുള്ള 3 പുരങ്ങൾ, പട്ടണങ്ങൾ സൃഷ്ടിച്ചു. അതാണ് നമ്മുടെ ത്രിപുര. ഇപ്പോൾ ദേവിയുടെ ഈ 51 ഖണ്ഡങ്ങളായി വീണ ശരീരഭാഗങ്ങള് മാക്സിമം നോർത്ത് ഈസ്റ്റിലാണ്. ത്രിപുര, വെസ്റ്റ് ബംഗാൾ, ആസാം, വളരെ കുറച്ചേ കിടുള്ളൂ. ദേവി ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാലോ എല്ലാം അവിടുന്ന് സനാതന ധർമ്മം മുഴുവൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആസാം ഒഴികെ ബാക്കി എല്ലായിടത്തും അത് തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ബംഗാളിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ത്രിപുര നോക്കൂ, ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൻ്റെ പേരാണ്. ആ ത്രിപുരങ്ങളുള്ള സ്ഥലമാണ്. അവിടെയാണ് ദേവിയുടെ വലത്തേ കാലിൻ്റെ പാദം വീണത് എന്നാണ്. വലത്തേ കാലിൻ്റെ പാദവും പാദത്തിലെ പെരുവിരലും വീണത്. അതുകൊണ്ട് ത്രിപുര സുന്ദരിയായി ദേവി അവിടെ അവതരിച്ചു എന്നും മഹാത്രിപുര സുന്ദരിയുടെ രൂപത്തിലുള്ള ഒരു ക്ഷേത്രമുണ്ട് അവിടെ. അതുകൊണ്ടാണ് ത്രിപുര എന്നുള്ള നാമം ഉണ്ടായത് ആ സ്റ്റേറ്റിന്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് മണിപ്പൂർ എന്ന് പറഞ്ഞാൽ മണിപ്പൂരാബ്ജ ചക്രമുണ്ട്. ആ ചക്രത്തിന് ഉപരിയായിട്ട് വെള്ളത്തിൽ ആണ്ട് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്ര മണിപ്പൂർ. അപ്പോൾ ശിവൻ വളരെ ഭംഗിയായിട്ടുള്ള ആണെന്ന് തോന്നിയിട്ട് ശിവൻ പാർവതിയുമായി വന്ന് ആ വെള്ളം മുഴുവൻ വറ്റിച്ച് അവിടെ മനോഹരമായ ഒരു ഭൂപ്രദേശമാക്കി മാറ്റി ലാസ്യ നൃത്തം നടത്തി പാർവതിയുമായിട്ട്. എന്നിട്ട് അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അനന്തൻ വന്നു അവിടെ. കാരണം ആ സ്ഥലത്ത് വെളിച്ചം ഉണ്ടായിരുന്നില്ല. അനന്തൻ വന്നിട്ട് തൻ്റെ മാണിക്യങ്ങളെ കൊണ്ട്, നാഗമാണിക്യം വളരെ ശോഭയുള്ളതാണ്, ആ മാണിക്യങ്ങളെ കൊണ്ട് അവിടെയൊക്കെ പ്രകാശം പരത്തി. അതുകൊണ്ട് ആ മണി കൊണ്ട് പ്രകാശം പരത്തിയത് കൊണ്ട് മണിപ്പൂർ എന്നുള്ള പേര് വന്നു എന്നാണ്. ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ഭാരതത്തിൻ്റെ പേരുകൾ കേട്ട് നമുക്ക് അതുപോലും അറിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ മഹാത്രിപുര സുന്ദരി എന്നുള്ള പേര്. ഇനി 230 അത് കഴിഞ്ഞു ആ ശ്ലോകം. ഇനി 58ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. അപ്പോൾ ഇവിടെ വീണ്ടും 3 നാമങ്ങളാണ്. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ, ചതുഷ്ഷഷ്ടി കലാമയി, മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. പെട്ടെന്ന് നമുക്ക് നോക്കാം. 235ാമത്തെ നാമം ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ. ഇനിയോ ഈ ചതുഷ്ഷഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഷ്ടി എന്നുള്ളത് ഇപ്പോൾ പഞ്ചമി കഴിഞ്ഞാൽ ഷഷ്ടി വരും ഇല്ലേ? അപ്പോൾ അതിന് 6 എന്നാണ് അർത്ഥം. അതേസമയത്ത് ഷഷ്ടി പൂർത്തിക്കും, ഷഷ്ടി അബ്ദപൂർത്തിക്കും ഷഷ്ടി എന്ന് പറയും. അതെന്താണ്? 60. എന്താ ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മലയാളം നമ്മൾ ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സംസ്കൃതം പഠിച്ചവർക്കും അറിയാം. ഷഷ്ടി പൂർത്തി എന്നുള്ളതിന്, അല്ലെങ്കിൽ ഷഷ്ടി അബ്ദപൂർത്തി എന്നുള്ളതിന് ഷാ കഴിഞ്ഞിട്ട് ടായാണ് എഴുതുന്നത്. വടി എന്നുള്ള ട, ഷഷ്ടി എന്നുള്ള. അതേസമയത്ത് പഞ്ചമി കഴിഞ്ഞിട്ടുള്ള ഷഷ്ടി ഠ എന്നാണ് എഴുതുന്നത്, മുറുക്കമുള്ളത്. അപ്പോൾ ഷഷ്ടി എന്നെഴുതിയാൽ 6 എന്നും ഷഷ്ടി എന്നെഴുതിയാൽ 60 എന്നുമാണ്. ചതു എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ. ചതു എന്ന് പറഞ്ഞാൽ ചതുഷ്ഷഷ്ടി പറഞ്ഞാൽ 60 + 4 64. 64 ഉപചാരങ്ങളാൽ പൂജിക്കപ്പെടുന്ന, ഉപചാരങ്ങൾ എന്ന് പറഞ്ഞാൽ വിധി മൂലമുള്ള പൂജകൾക്കാണ് ഉപചാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദേവിക്ക് 64 ഉപചാരങ്ങളാണ്. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ എന്നുള്ള പേരിൽ തന്നെ പറയുന്നത്. ഈ 64 തരത്തിലുള്ള പൂജാവിധികളുണ്ട്. ദേവിക്ക് മാത്രമല്ല, എല്ലാ ദേവതകൾക്കും 64 തരത്തിലുള്ള പൂജാവിധികളുണ്ട്. അപ്പോൾ ഇവിടെ ഈ ആഢ്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായവൾ. ഈ 64 തരത്തിലുള്ള പൂജാവിധികളാൽ ശ്രേഷ്ഠയായിട്ട് ആചരിക്കപ്പെടുന്നവൾ, പൂജിക്കപ്പെടുന്നവളായ ദേവിക്ക് നമസ്കാരം എന്നാണ് 235ാമത്തെ നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പരശുരാമൻ രചിച്ചിട്ടുള്ള പരശുരാമ കൽപ്പസൂത്രം എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ.
ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. പരശുരാമ കൽപ്പസൂത്രത്തില് ഇതൊക്കെ പൂജാവിധികളെല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പൂജ എന്നുള്ളത്, മന്ത്രതന്ത്ര പൂജാവിധികളെല്ലാം പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതാണ്, പരശുരാമ കൽപ്പസൂത്രത്തിലുണ്ട്. ഈ 64 പൂജാവിധികളും അതൊക്കെ ഗുരുമുഖത്തു നിന്ന് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് 16 വളരെ പ്രാധാന്യമുള്ളത്. ഇപ്പം നമ്മളൊക്കെയും ഇപ്പോൾ പുസ്തക പൂജ വെച്ച് പൂജിക്കുമ്പോഴൊക്കെ ഈ 16 5 6 ഒക്കെ നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 16 എന്താണെന്ന് നമുക്ക് കൊള്ളാം. അതിനാണ് ഷോഡശോപചാര ക്രിയ എന്ന് പറയുന്നത്. ഷോഡശോപചാര വിദ്യ അല്ലെങ്കിൽ ഷോഡശോപചാര ക്രിയ എന്ന് പറയുന്നത്. ഇപ്പം ഈ 64 16 വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു ദേവിയെ അല്ലെങ്കിൽ ദേവനെ പൂജിക്കുമ്പോൾ ആദ്യം ആവാഹിക്കും. മനസ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ദേവി ദേവനെ ഉൾക്കൊള്ളാൻ വേണ്ടി മനസ്സിനെ സന്നദ്ധമാക്കിയിട്ട് ആവാഹനം നടത്തും, ദേവി ദേവനെ വരുത്തും. അതാണ് ആദ്യത്തെ ആവാഹനം. അത് കഴിഞ്ഞാൽ ആസനം കൊടുക്കും ദേവി ദേവന്. അതിനുശേഷം പാദങ്ങളെ കൊണ്ട് കാലൊക്കെ കഴുകിക്കും, പാദങ്ങൾ വെള്ളം കൊണ്ട്. അത് കഴിഞ്ഞ് അർഘ്യം, അതും ഒരു ഉപചാരമാണ്. അത് കഴിഞ്ഞ് ആചമനം, കുടിക്കാൻ വെള്ളം കൊടുക്കും ആ ദേവന്. അതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആ ശരീരത്തിലാണ്, അല്ലാണ്ട് അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൂജാമുറിയിലല്ല എത്തുന്നത്. നമ്മളിൽ തന്നെ പൂജിക്കുമ്പോൾ എത്തുന്നതാണ് ആ ദേവിയും ദേവനും. അപ്പോൾ അർഘ്യം ആരാണ് സേവിക്കുക? നമ്മൾ തന്നെ സേവിക്കും. ആചമനം നമ്മൾ സേവിക്കും. സ്നാനം, അത് കഴിഞ്ഞാൽ സ്നാനം ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ വസ്ത്രമുടിപ്പിക്കും. അപ്പോൾ ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, ആചമനം, സ്നാനം, വസ്ത്രം, ഭൂഷണം. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആഭരണങ്ങൾ അണിയിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഗന്ധം, നല്ല ഗന്ധമുള്ള കുന്തിരിക്കവും അതൊക്കെ പുകയ്ക്കും. അത് കഴിഞ്ഞാലോ പുഷ്പം. അപ്പോൾ ഓർഡർ ഇങ്ങനെയാണ്: ഗന്ധം, പുഷ്പം, ധൂപം, ദീപം. അങ്ങനെയാണ് ഓർഡർ. 9ാമത്തത് ഗന്ധം, 10ാമത്തത് പുഷ്പം, 11ാമത്തത് ധൂപം, 12ാമത്തത് ദീപം, 13ാമത് നൈവേദ്യം സമർപ്പിക്കും, 14ാമത് താമ്പൂലം കൊടുക്കും. അത് കഴിഞ്ഞാലോ 15ാമത് പ്രദക്ഷിണം വെക്കും മനസ്സാ. അത് കഴിഞ്ഞാൽ 16ാമത് നമസ്കാരം, ദണ്ഡവത് നമസ്കാരം ചെയ്യും. ഇതാണ് 16 ഷോഡശ ഉപചാരക്രിയകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ദേവനെയും ദേവിയും പൂജിക്കുമ്പോൾ ഈ ഉപചാരക്രിയകളൊക്കെ എല്ലാവരും ചെയ്യണമെന്നുള്ളതാണ്. ശിവമാനസ പൂജ വീണ്ടും ഓർത്തു നോക്കൂ. രത്നൈ കൽപ്പിതമാസനം ഹിമജലൈ, ആസനം കൊടുത്തു. സ്നാനം ച ദിവ്യാംബരം നാനാ രത്നവിഭൂഷിതം മൃഗമദാ മോദാങ്കിതം ചന്ദനം ജാതി ചമ്പക വില്ലുപത്രയുതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവതയാനിതേ പശുപതേ ഹൃത്കൽപ്പിതം ഗൃഹ്വതാം. എല്ലാം വന്നു ധൂപം ദീപം. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ പല കാര്യങ്ങളുണ്ട്. ഇനി ഈ 64ലേക്ക് പോവുകയാണെങ്കിൽ വെഞ്ചാമരം വീശും, ആലവട്ടം പിടിക്കും, എല്ലാം വരും അതിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ടുള്ളതാണ്. അതിനുശേഷം അവസാനം മനസ്സിൽ പ്രദക്ഷിണം വയ്ക്കും. സഞ്ചാരപദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിരോ യത് യത് കർമ്മ കരോമി തത്തതകിലം ശംഭോ തവാരാധനം എന്ന് പറഞ്ഞതിന് ശേഷം കരചരണകൃതം വാ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിക്കും. അപ്പോൾ ഇങ്ങനെ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ എന്ന് പറഞ്ഞാൽ 64 വിധിത്തിൽ പൂജിക്കപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. ഇനിയോ ചതുഷ്ഷഷ്ടി കലാമയി. ഇപ്പൊ ചതുഷ്ഷഷ്ടി എന്താണെന്ന് അറിഞ്ഞു? 64 കലകളുണ്ട്. ഇപ്പോ സാന്ദീപനിയുടെ ആശ്രമത്തിൽ പോയവരായിരിക്കും ഈ ഗ്രൂപ്പിലുള്ള മാക്സിമം ആളുകളും. ഉജ്ജയിനിൽ എപ്പോൾ പോകുമ്പോഴും ഓടിപ്പോരരുത്. ഉജ്ജയിനിലെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സാന്ദീപനിയുടെ അവന്തിക എന്ന് പറഞ്ഞാൽ ഇൻഡോറാണ്, അതിൻ്റെ അടുത്താണ് ഉജ്ജയിൻ. അത് രണ്ടും കൂടിയ സ്ഥലത്തിനാണ് അവന്തിക നഗരി എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ ബാലനായിട്ടുള്ള കൃഷ്ണൻ പഠിക്കാൻ പോയിരുന്നത് അവിടെയായിരുന്നു സാന്ദീപനിയുടെ ആശ്രമം. ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 വിദ്യകളും 64 കലകളും അഭ്യസിച്ചു കൃഷ്ണൻ. അതെല്ലാം ഒരു തലാവുണ്ട് അവിടെ, ഒരു തടാകം. ആ തടാകത്തിൻ്റെ 4 പുറത്തും ചിത്രരൂപത്തിൽ ഈ 64 കലകളെയും ഇങ്ങനെ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. ഭാരതത്തിലെ ഉണ്ടായിരുന്ന ഇന്ന് ഇപ്പം നിലവിലുള്ള എല്ലാവിധ ഇൻഡസ്ട്രി എടുത്താലും വേണ്ടില്ല, അതുപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ അലങ്കാരം എടുത്താലും വേണ്ടില്ല, വസ്ത്രം എടുത്താലും വേണ്ടില്ല, എല്ലാം ഈ 64 കലകളിൽ വരും. അങ്ങനെ അപ്പോൾ ചതുഷ്ഷഷ്ടി കലാമയി എന്ന് പറഞ്ഞാൽ 64 കലകളും തൻ്റെ രൂപമാക്കിയിട്ട്, മയി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുകയാണ് ദേവി. തൻ്റെ സ്വരൂപമായി നിറഞ്ഞു നിൽക്കുന്നവളാണ്. ആ ദേവിക്ക് നമസ്കാരം. ചതുഷ്ഷഷ്ടി കലാമയി. അപ്പോൾ 16 വിദ്യകളും 64 കലകളും. 16 വിദ്യകൾ ഏതൊക്കെയാണ്? എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചത്? ലെഫ്റ്റ് സൈഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃഷ്ണൻ പഠിച്ച 16 വിദ്യകളും. റൈറ്റ് സൈഡിൽ തലാവിൻ്റെ അവിടെ
ഈ 64 കലകളും എഴുതി വെച്ചിട്ടുണ്ട്. 4 വേദങ്ങളാണ് അതിനകത്ത്, 16 വിദ്യകളിൽ. അത് കഴിഞ്ഞാൽ 6 വേദാംഗങ്ങൾ, 4 ഉപവേദങ്ങൾ, 2 ദർശനങ്ങൾ, ഇതെല്ലാം കൂടി കൂടിക്കഴിഞ്ഞാൽ 16 മാറി. അപ്പോൾ 4 വേദങ്ങൾ ഏതാ നമുക്കറിയാം, പറയേണ്ട ആവശ്യമില്ല. ഋഗ്, സാമ, അഥർവം. വേദാംഗങ്ങള് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് 6 വേദാംഗങ്ങൾ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഇതൊക്കെ നമ്മുടെ ഗ്രാമർ പോലും വേദാംഗങ്ങളായിട്ട് അവതരിപ്പിച്ചതാണ്. 4 ഉപവേദങ്ങളാണ് ആയുർവേദം, ധനുർവേദം, അത് കഴിഞ്ഞാൽ ഗന്ധർവവേദം, സ്ഥാപത്യവേദം. സ്ഥാപത്യവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാപത്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഗുജറാത്തിലൊക്കെ പിന്നെ ഒരു മേളയുണ്ട്, സ്ഥാപത്യ മേള എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എല്ലാ ബിൽഡേഴ്സും, എന്ന് വെച്ചാൽ ബിൽഡിംഗ്, എല്ലാവിധ ആർക്കിടെക്ചറാണ് സ്ഥാപത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് മുതൽ അതിനകത്തുള്ള എല്ലാവിധ ആർക്കിടെക്ചറുകളും അതോടുകൂടി തന്നെ ഫർണിച്ചറും ഒക്കെ കൂടി വരുന്നതാണ് സ്ഥാപത്യം. അപ്പോൾ ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്ഥാപത്യവേദം, ഈ 4 വേദങ്ങൾ 4 ഉപവേദങ്ങളാണ്. 2 ദർശനങ്ങളുണ്ട്. അത് പറഞ്ഞാൽ മീമാംസയും വേദാന്തവും 2 ദർശനങ്ങളാണ്. ഇത് രണ്ടും താത്വികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ 16 വേദങ്ങളും 64 കലകള്. ഇപ്പോൾ ഗീതം നമുക്ക് വളരെ എളുപ്പമായിട്ട് ചിലപ്പോൾ തോന്നുന്നത് ഇതൊക്കെയാണ്: ഗീതം, വാദ്യം, നൃത്യം, നാട്യം, തുന്നൽ, കരകൗശലം, നഖം വളർത്തൽ, നഖത്തിന്റെ ഇത്, ചിത്രരചന, പെഡിക്യൂർ, മെനിക്യൂർ, ഇതൊക്കെ കലകളായിട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. തത്തയെ കൊണ്ട് കോഴിപ്പോര്, അതുപോലെ തന്നെ തുന്നല്, കേശാലങ്കാരം, ഇനി പറയേണ്ട എല്ലാ ഇൻഡസ്ട്രീസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ 64 കലകളിൽ വരും. അതെല്ലാം രൂപമായിട്ടുള്ളതാണ് ദേവി ചതുഷ്ഷഷ്ടി കലാമയി. 237 നാമമാണ് മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. ഒറ്റ നാമമാണ്. ഈ നാമങ്ങളൊക്കെ ഇനി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിൽ ഓടിയെത്തണം. അപ്പൊ നമുക്ക് ഊർജം വരും തനിയെ ഈ സഹസ്രനാമം വായിക്കുമ്പോൾ. മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. അപ്പോ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ കണ്ടു, ചതുഷ്ഷഷ്ടി കല എന്താണെന്ന് കണ്ടു, മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. വീണ്ടും നമുക്ക് നോക്കാം. മഹതികളായിട്ടുള്ള 64 കോടി ദേവതകളാൽ പൂജിക്കപ്പെടുന്നവൾ, മഹാചതുഷ്ഷഷ്ടി കോടി. മഹാ എന്ന് പറഞ്ഞാൽ മഹത്തായ, ചതുഷ്ഷഷ്ടി എന്ന് പറഞ്ഞാൽ 64 കോടി, 64 കോടി. യോഗിനി, യോഗിനികളാൽ അല്ലെങ്കിൽ ദേവികളാൽ, ദേവി ഗണങ്ങളാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. ഇതൊന്ന് പെട്ടെന്ന് നോക്കാം. എങ്ങനെ മഹാചതുഷ്ഷഷ്ടി കോടി, 64 കോടി യോഗിനികൾ എവിടുന്ന് വന്നു എന്ന്. ഇതൊന്നും വെറുതെ എഴുതി വെച്ചിരിക്കുകയല്ല, ഇത് കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, പിന്നെ ഇപ്പോൾ നവരാത്രി കഴിഞ്ഞതേ ഉള്ളൂ. ശരിക്കും നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും പിന്നെ കോർണറിൽ നമുക്ക് ഈ എന്താ പറയുക, ഉപദേവതകളുടെ ബലിക്കല്ല് കാണും. ബലിക്കല്ല് ഓരോ സ്ഥലത്തും കാണും. അതിനകത്ത് ഒരുമിച്ച് കാണുന്ന 7 പിന്നെ ബലിക്കല്ലുകളാണ് നവ ദേവതകളായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, ഇങ്ങനെ 7 ദേവികളും അതിൻ്റെ കൂടെ മഹാലക്ഷ്മിയും, ഇങ്ങനെ കൂടുന്ന 8 പേരാണ് അഷ്ടയോഗിനികൾ അല്ലെങ്കിൽ അഷ്ടദേവതകൾ. ഈ അഷ്ടദേവതകള് ദേവിയുടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ്, നമ്മൾക്ക് അറിയാമത്. അത് നമ്മൾ അടുത്ത നാമത്തിലേക്ക് പോകുന്ന സമയത്ത് ഒന്നും കൂടി ഈ പേരുകളെ ഇപ്പൊ ഈ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ എന്ന് പറഞ്ഞതുപോലെ വിവരിച്ചു തരും. അപ്പൊ ഇങ്ങനെ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, മഹാലക്ഷ്മി, ഈ 8 ദേവതകള്, അങ്ങനെ 8 ദേവതകളായി. ഈ 8 ദേവതകൾക്കും 8 യോഗിനിമാരുണ്ട്, ഉപദേവതകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ നമ്മുടെ ശ്രീചക്രത്തിൽ നോക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും. 8 ദേവതകൾക്ക് 8 ഉപദേവതകളുണ്ട്. അപ്പൊ എത്രയായി? 64ആയി. ഇനി ഈ 64 ഉപദേവതകള്, ഓരോ ഉപദേവതകൾക്കും 1 കോടി അതിൻ്റെ എന്താണ് പറയുക, അംശഭൂതങ്ങളുണ്ട്. ഓരോ 64 ഉപദേവതകൾക്കും 1 കോടി അംശഭൂതങ്ങൾ. ഈ അംശഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ കൈയും കാലുള്ള ദേവതകളല്ല, അതൊക്കെ എനർജിയാണ്, ഓരോ തരത്തിലുള്ള എനർജി. അപ്പൊ ഈ എനർജി എന്നെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എനർജി ഭൂമുഖത്തില്ല. അപ്പോൾ ആ എനർജിയെ നമ്മൾ പറയുന്നു ഈ 64
മഹാചതുഷ്ഷഷ്ടി കോടി, 6-8 മെയിൻ ഉപദേവതകൾ ദേവിയുടെ, അല്ലെങ്കിൽ ദേവതകള്. ആ ദേവതകൾക്ക് ഉപദേവതകളായിട്ടുള്ള 8 ദേവതകൾ ഓരോരുത്തർക്കും 8 × 8 64. 64 പേർക്കും ഓരോ കോടി അവരുടെ എനർജി, വ്യത്യസ്ത എനർജി, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അവരുടെ അംശഭൂതങ്ങൾ എന്ന് പറയും. ആ ഭൂതങ്ങളൊക്കെ തന്നെയാണ് നമ്മളൊക്കെയും. അങ്ങനെയാണ് എന്ത് വരുന്നത്, മഹതികളായ 64 കോടി യോഗിനികൾ. ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, മനുഷ്യന്റെ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പരിണാമം. നമ്മൾ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന എന്തും പുതിയ മോഡലുകൾ വരുത്തണം. കാറിന്റെ പുതിയ മോഡലുകൾ, ടെക്നോളജി പുതുത്, ആയുർവേദം പുതുത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പണ്ടേ എഴുതി വെച്ചതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ഏതെങ്കിലും പുതിയ മോഡൽ വരുന്നുണ്ടോ? എത്രയോ വർഷങ്ങളായി പോകുന്ന അതേ മോഡൽ തന്നെയാണ്. ഇപ്പോൾ സമ്പൂർണ്ണ സൃഷ്ടിയാണ് പ്രപഞ്ചത്തിന്റെ ഈ എനർജിയുടെ. ആ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 64 കോടി ദേവതകൾ എന്ന് പറഞ്ഞാൽ 64 കോടി തരത്തിലുള്ള കാമനകളാണ് മനുഷ്യന്റെ ശക്തിയായിട്ട്, എനർജിയായിട്ട്, കാമനകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ 64 കോടി. അതങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദേവിയുടെ രൂപം തെളിഞ്ഞു വരും, കൈവല്യപ്രാപ്തി ഉണ്ടാവും എന്ന് ഇതിനെ നമുക്ക് പറയാം. ഇപ്പൊ കോടി എന്ന് പറയുമ്പോൾ വേറെ 33 കോടി ദേവതകൾ എന്ന് പറയും. അപ്പൊ കോടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എണ്ണാൻ പറ്റുമോ നമുക്ക്? ഇതിപ്പോ എണ്ണി തന്നു, അവിടെ എണ്ണാൻ പറ്റുമോ? കാരണം 33 കോടി അല്ല, അത് 33 കോടി എന്ന് പറഞ്ഞാൽ തരം എന്നാണ് അർത്ഥം. അപ്പൊ ആകെ 33 ഉള്ളൂ. ആരൊക്കെയാണത്? ഒന്ന് അഷ്ടവസുക്കള്, 8 പേര് അഷ്ടവസുക്കള്, എണ്ണിക്കോളൂ, 8 ആളായി. ഇനിയോ 11 രുദ്രന്മാരുണ്ട്. നമുക്കറിയാം രുദ്രന് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. 11 രുദ്രന്മാരുണ്ട്. 8 അഷ്ടവസുക്കള്, 19 ആയില്ലേ? ഇനിയോ 12 ആദിത്യന്മാരുണ്ട്. പലതരത്തിലുള്ള ആദിത്യന്മാരുണ്ട്, അവർക്കൊക്കെ പേരുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ 4 ഇന്ദ്രന്മാരുണ്ട്. അത് കഴിഞ്ഞാലോ 5 ആത്മാവുണ്ട്. അതിൻ്റെ കോടി ഇതാണ്. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 8 + 11 + 12 + 1 + 1 5, അത് 33. ഇതെല്ലാം കൂടി കഴിഞ്ഞാലായി. അതിൻ്റെ കൂടെ ഈശ്വരനും ആത്മാവും കൂടിയായാൽ 33 ആയി ടോട്ടൽ. ആ 33 തരത്തിലുള്ള ദേവതകളാണ് ഈ 33 കോടി ദേവതകളെ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പരബ്രഹ്മമാണ്. വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ദേവി എന്നൊക്കെ പറയുന്നത് പരബ്രഹ്മത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. അവർ 33 കോടി ദേവകളല്ല. 33 കോടി ദേവകൾ എന്ന് പറഞ്ഞാൽ ഈ എണ്ണിയ 33 ദേവന്മാരാണ്. അപ്പോ മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. അങ്ങനെ 64 കോടി ഉപദേവികളാൽ ഉപചാരം ചെയ്ത് പൂജിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം. ഇനി നമുക്ക് 59-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. 3 അർത്ഥം കൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും. മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര. ഇവിടെ 59-ാമത്തെ ശ്ലോകത്തില് 238 മുതൽ 243 വരെ 6 നാമങ്ങളുണ്ട്. മനുവിദ്യ, ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡല മധ്യക, ചാരുരൂപ, ചാരുഹാസ, ചാരുചന്ദ്രകലാധര. ഇങ്ങനെ 6 നാമങ്ങളാണ്. ഓരോ നാമങ്ങളും പെട്ടെന്ന് നോക്കാം. 238-ാമത്തെ നാമമാണ് മനുവിദ്യ. അപ്പോ എന്താണ് ഈ വിദ്യകള്? നമ്മൾ നവരാത്രിയുടെ മുന്നേയും ഇതുപോലെ തന്നെ ഒരു ശ്ലോകം എടുത്തപ്പോഴും നമ്മൾ ദശമഹാവിദ്യകളെ പറ്റി പറഞ്ഞു. ദേവിയുടെ വ്യത്യസ്ത രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്ന സമ്പ്രദായമാണ് ദശമഹാവിദ്യ. ആ ദശമഹാവിദ്യകള് മഹാലക്ഷ്മി എന്നുള്ള നാമം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ദശമഹാവിദ്യകൾ ഉണ്ടാക്കിയിട്ടുള്ള 10 പുണ്യാത്മാക്കളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കൂടുതൽ ഉള്ളതാണ്. ഒന്ന് മനു ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിദ്യ, 11-ാമത്തെ വിദ്യ, ആൻഡ് ചന്ദ്രൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിദ്യ, 12-ാമത്തെ വിദ്യ. അപ്പോൾ 12 വിദ്യകളാണ് ശരിക്കും. അപ്പോൾ ശരിക്കും എന്താണ്? 12 മഹാവിദ്യ എന്നാണ് നമ്മൾ ഇതിനെ പറയേണ്ടത്. ഈ 12 മഹാവിദ്യകളിൽ ഒന്നാണ് മനുവിദ്യ. ഇനി നോക്കാം ആരൊക്കെയാണിതെന്ന്. മനുവും ചന്ദ്രനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനുവും ചന്ദ്രനും ദേവിയെ ഉപാസിക്കാനുള്ള, ഒരു മൂർത്തിയായി ഉപാസിക്കാനുള്ള ഉപാധി വെച്ചിരിക്കുന്നതാണ്. ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഉപാസന രീതിയാണ് ഇത്. മനു ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിന് മനുവിദ്യ എന്ന് പറയുന്നു. ചന്ദ്രൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചന്ദ്രവിദ്യ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ദശമഹാവിദ്യകളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കുബേരൻ, ലോപാമുദ്ര. നോക്കൂ, അഗസ്ത്യൻ ലോപാമുദ്രയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് പരിണയിക്കുന്ന, വിവാഹം കഴിക്കുന്നത്.
പക്ഷേ ആദ്യം ദേവിയുടെ ഉപാസക ആരായിരുന്നു? ലോപാമുദ്രയായിരുന്നു. അപ്പോ ലോപാമുദ്ര, അത് കഴിഞ്ഞാൽ മന്മഥൻ, പിന്നെ അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, സ്കന്ദൻ, സ്കന്ദൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർത്തികേയൻ, ശിവൻ, ദുർവാസാവ്, ഇങ്ങനെ 12 തരത്തിലുള്ള 12 മഹാത്മാക്കള്, 12 തരത്തിലുള്ള ഉപചാരങ്ങള് ദേവിക്ക് വെച്ചിട്ടുണ്ട്. 12 തരത്തിൽ ആരാധിക്കുന്നത്. ആ ആരാധനാ സമ്പ്രദായത്തിനാണ് ദ്വാദശ മഹാവിദ്യ എന്ന് പറയുന്നത്. അതിലൊരു വിദ്യയാണ് മനുവിദ്യ. അങ്ങനെ ആ മനുവിദ്യയാൽ ആരാധിക്കപ്പെടുന്ന ദേവി മനുവിദ്യ എന്ന് പറയുന്നത്. മനുവിനാൽ ഉപാസിതയായ വിദ്യാരൂപിണിയായ ദേവി മനുവിദ്യ. അടുത്തത് നമ്മൾ ചന്ദ്രവിദ്യ 239. അതേപോലെ തന്നെ ഉപാസനാ രീതിയാണത്. അതിനൊരു പ്രത്യേക രൂപമുണ്ട്. നമ്മൾ ദശമഹാവിദ്യ ഞാൻ ഗ്രൂപ്പിലും ആരൊക്കെയാണെന്ന് ഇട്ടിരുന്നു. അതിനകത്ത് ഈ 2 വിദ്യകളും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ 230 നാമമായ ചന്ദ്രവിദ്യ എന്നുള്ള നാമവും വരും. ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട ശ്രീവിദ്യാ സ്വരൂപമായ ദേവിയാണ് ചന്ദ്രവിദ്യ. അപ്പോൾ ചന്ദ്രന്റെ ഉപാസനക്രമം, ദേവി ഉപാസനക്രമമാണ് ചന്ദ്രവിദ്യ. ചന്ദ്രവിദ്യ എന്ന രീതിയിൽ ഉപാസിക്കപ്പെടുന്ന ദേവി. 240 നാമമാണ് ചന്ദ്രമണ്ഡല മധ്യക. മനുവിദ്യ, ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡല മധ്യക. ഇവിടെ ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യസ്ഥാനത്ത് പ്രാപിച്ചവൾ. ചന്ദ്രമണ്ഡലം ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ 3 ഖണ്ഡങ്ങൾ നമ്മൾ കണ്ടു കുണ്ടലിനിക്ക്, അല്ലെ? ആദ്യം ബ്രഹ്മഗ്രന്ഥി, പിന്നെ വിഷ്ണുഗ്രന്ഥി, അത് കഴിഞ്ഞാൽ രുദ്രഗ്രന്ഥി. രുദ്രഗ്രന്ഥി കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമണ്ഡലത്തിലാണ് ശിവൻ ഇരിക്കുന്നത്. അവിടെയാണ് ദേവി സഹസ്രാര ചക്രത്തില് ശിവനുമായിട്ട് സമ്മേളിക്കുന്നത്. അപ്പോ അവിടെ ചന്ദ്രമണ്ഡലത്തിലാണ് ദേവി ആസനസ്ഥിതയാകുന്നത്. ഇപ്പൊ കുണ്ടലിനിയെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് ചന്ദ്രമണ്ഡലം. സഹസ്രാര ചക്രത്തിന് മുകളിലാണത്. ആ ചന്ദ്രമണ്ഡലത്തിൽ ഉപവിഷ്ടയായ ദേവിയാണ് ചന്ദ്രമണ്ഡല മധ്യക എന്ന രൂപത്തിൽ അറിയുന്നത്. ഇനിയോ ശ്രീചക്രവും ചന്ദ്രമണ്ഡലവും ഒന്ന് തന്നെയാണ്. അപ്പോ ബിന്ദുമണ്ഡലവാസിനി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ശ്രീചക്രത്തിന്റെ മധ്യത്തിലിരിക്കുകയാണ് ദേവി ബിന്ദുമണ്ഡലവാസിനിയായിട്ട്. അപ്പൊ അതും ചന്ദ്രമണ്ഡലം ഒന്ന് തന്നെയാണ്. അപ്പോൾ കുണ്ടലിനിയെ പറ്റി നമുക്കറിയാം എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഭ്രൂമധ്യത്തിലാണ് ചന്ദ്രമണ്ഡലം തുടങ്ങുന്ന സഹസ്രാരത്തിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ടാണ് ഭ്രൂമധ്യത്തിൽ നമ്മൾ ചന്ദനം, ഭസ്മം, സിന്ദൂരം ഇതൊക്കെ ചെയ്യുന്ന. ചന്ദനമാണെങ്കിൽ നമ്മൾ, സിന്ദൂരമാണെങ്കിൽ നമ്മൾ അത് കുറച്ച് ശക്തി കാണിക്കാനുള്ളതാണ്. അത് എപ്പോഴും സിന്ദൂരം തൊടുന്നത് പൊട്ടുപോലെ തൊടും. അതുപോലെ ഭസ്മമാണെങ്കിൽ നമ്മൾ അവിടെ വരച്ചു കുറിയിടും. അതുപോലെ തന്നെ ചന്ദനമാണെങ്കിൽ ഗോപി കുറിയിടും. ഇത് വൈഷ്ണവമാണ്, ശീതളിമയാണ്. അങ്ങനെ ഓരോന്നിനും സൂചിപ്പിക്കുന്നതാണ്. ബാക്കിയുള്ള കുറികളൊക്കെ ഓരോ സമ്പ്രദായത്തെ, ഇന്ന സമ്പ്രദായം, ഇയാൾ സ്വാമിനാരായണനാണ് അല്ലെങ്കിൽ ഇയാൾ അയ്യങ്കാരാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറികളാണ് മറ്റുള്ള തരത്തിലുള്ളൊക്കെ. അല്ലെങ്കിൽ അതിനൊന്നും തിലകം എന്ന് പറയില്ല. തിലകം എന്ന് പറയുന്നത് ഈ വരച്ചു കുറിയും ഗോപിക്കുറിയും തിലകം പൊട്ടും ആയി കുത്തുന്നത് മാത്രമാണ് ഭ്രൂമധ്യത്തില്. അതിനെയാണ് പറയുന്നുള്ളൂ. അപ്പോൾ ചന്ദ്രമണ്ഡല മധ്യക എന്ന് പറയുന്ന ദേവി നാമം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എളുപ്പമാണ്, അതുകൊണ്ടാണ് വേഗം പോകുന്നത്. അത് കഴിഞ്ഞാലോ ചാരുരൂപ, വളരെ എളുപ്പമാണ്. ചാരുരൂപ, ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായ രൂപമുള്ളവൾ. ഇത് സ്ഥൂല രൂപ വർണ്ണനയാണ് ദേവിയുടെ. ചാരുരൂപ, മനോഹരമായ വർണ്ണമുള്ളവൾ. ചാരുഹാസ 242 നാമം, മനോഹരമായി മന്ദഹാസം പൊഴിക്കുന്നവൾ. ദേവിയുടെ മന്ദഹാസമാണ് നിലാവായിട്ട് പൊഴിയുന്നത് അത്രേ. അതുപോലെ ഈ പ്രകൃതി കവികൾക്കും കാളിദാസനും ഒക്കെ ദേവിയുടെ മന്ദഹാസം നിലാവായി കാണും. അതേപോലെ തന്നെ അജ്ഞാനികൾക്ക്, നമ്മളെ പോലത്തെവർക്ക് ദേവിയുടെ മന്ദഹാസം മായയായിട്ടാണ് കാണുന്നത്. എല്ലാം മായ എന്ന് പറയും. അതുപോലെ ഉപാസകർക്കും ജ്ഞാനികൾക്കും ദേവിയുടെ മന്ദഹാസം എന്താണ്? ജ്ഞാനാമൃതമാണ് അവർക്ക്. അപ്പോ ഒന്ന് അവിദ്യയെ കാണിക്കുന്നു, ഒന്ന് വിദ്യയെ കാണിക്കുന്നു. അതാണ് ചാരുഹാസ. ചാരുവായിട്ട് മന്ദഹസിക്കുന്ന ദേവിക്ക് നമസ്കാരം. 242 നാമം ചാരുഹാസ. ഇനിയോ ചാരുചന്ദ്ര കലാധര 243 നാമം. ചാരുചന്ദ്ര കലാധര, മനോഹരമായ ചന്ദ്രകലയെ ധരിച്ചവൾ. നാമം ഓർത്തോളൂ. അഷ്ടമി ചന്ദ്ര വിഭ്രാജ തളികസ്ഥല ശോഭിത. ഏതാണ് ചന്ദ്രൻ? അഷ്ടമി ചന്ദ്രനാണ്. അഷ്ടമി ചന്ദ്രൻ കറുത്ത പക്ഷത്തിലായാലും വെളുത്ത പക്ഷത്തിലായാലും ഒരേ ശോഭയോടുകൂടിയിരിക്കും. അപ്പോൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദേവിക്ക് ചന്ദ്രന് പ്രഭ കുറയുകയും കൂടുകയും ചെയ്യും. ദേവി അതിൽ നിന്നൊക്കെ അതീതയാണ്. ദേവിക്ക് എന്നും ഒരേ ശോഭയുള്ള ചന്ദ്രനാണ് ദേവിയുടെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ചാരു മനോഹരമായിട്ടുള്ള
അഷ്ടമി ചന്ദ്രനാൽ ശോഭിക്കപ്പെടുന്ന ചന്ദ്രകലയാൽ ധരിക്കപ്പെട്ടിട്ടുള്ള ദേവിക്ക് നമസ്കാരം. സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ള ശ്ലോകത്തിലും പറയുന്നുണ്ട് ദേവിയുടെ ഈ ചന്ദ്രകല ധരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 59ാമത്തെ നാമവും നമ്മൾ കഴിച്ചു. ഇനി അടുത്തത് 60ാമത്തെ ശ്ലോകം. 59ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 60ാമത്തെ ശ്ലോകം. ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗ സമപ്രഭ. ചരാചര ജഗന്നാഥ ഒരു നാമം, ചക്രരാജ നികേതന മറ്റൊരു നാമം, പാർവതി മൂന്നാമത്തെ നാമം, പത്മനയന നാലാമത്തെ നാമം, പത്മരാഗ സമപ്രഭ. വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്, പെട്ടെന്ന് പോകാൻ പറ്റും. ഈ നാമങ്ങളെല്ലാം കൂടി കഴിഞ്ഞാൽ 5 നാമങ്ങളാണ് 60ാമത്തെ ശ്ലോകത്തിലുള്ള 244 മുതൽ 248 വരെയുള്ള നാമങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ 61 ശ്ലോകം കഴിഞ്ഞാൽ അതെത്തുമ്പോൾ പറയാം, അതിൻ്റെ മുന്നേ വേണ്ട. 5 ശ്ലോകങ്ങളാണുള്ളത്. 244ാമത്തെ നാമമാണ് ചരാചര ജഗന്നാഥ. അപ്പോൾ ചരാചരം സ്ഥാവരവും ജംഗമവുമായിട്ടുള്ള എല്ലാത്തിലും ഉള്ള ഈ ജഗത്തിന് നാഥയാണ്. ഈ ജഗത്തിന് ജഗന്നാഥൻ എന്ന് പറയുന്ന പോലെ ജഗന്നാഥയാണ് സ്ഥാവരവും ജംഗമവും ചലിക്കുന്നതും ചലിക്കാത്തതും ചരങ്ങളും അചരങ്ങളുമായിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നാഥയായവളാണ് ദേവി. അതുകൊണ്ട് ജഗദംബയായുള്ള ദേവി, ആ ജഗദംബയ്ക്ക് നമസ്കാരം. ചരാചര ജഗന്നാഥ, ചരാചര ജഗന്നാഥായി നമ. ചരങ്ങളും ചരിക്കുന്നതും ചരിക്കാത്തതും. അപ്പോൾ എന്തൊക്കെ ചൈതന്യമുള്ളതുണ്ടോ, എന്തെല്ലാം ജഡത്വമുള്ളതുണ്ടോ അതെല്ലാം ദേവി തന്നെയാണ്. അതിനെല്ലാത്തിനും നമസ്കാരം. അപ്പൊ ഈ ഒരു നാമം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഹിംസാവാദികളായി മാറും. പക്ഷേ കപടാഹിംസ കൊണ്ട് ഒരു കാര്യവുമില്ല. ധർമ്മത്തെ സംരക്ഷിക്കാൻ എന്നും നമ്മൾ തയ്യാറാവണം. എന്നാലേ ഇതൊക്കെ നിലനിൽക്കൂ ഭൂഖണ്ഡത്തില് എന്നുള്ളത് കൂടി ഓർക്കുക. 245ാമത്തെ നാമം ചക്രരാജ നികേതന. ചക്രരാജ നികേതന. ചക്രരാജൻ ആരാണ്? നമുക്കറിയാം. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത എന്ന് നമ്മൾ ആദ്യമേ കണ്ടതാണ്. ദേവി ഇരുന്നിരുന്ന നടുവിലത്തെ ചക്രമായിരുന്നു, രഥമായിരുന്നു ചക്രരാജരഥൻ. ഇപ്പൊ ഇവിടെ ചക്രരാജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീചക്രം തന്നെയാണ് ചക്രരാജൻ. അപ്പോ നികേതനം എന്ന് പറഞ്ഞാലോ ആസ്ഥാനം, ധാമം. ചക്രരാജ നികേതന. ദേവി ചക്രരാജത്തിൽ, ശ്രീചക്രത്തിൽ അങ്ങനെ ആസ്ഥാനമായിട്ട് ഇരിക്കുകയാണ് ദേവി. ശ്രീചക്രം വാസസ്ഥാനമാക്കിയ ദേവിക്ക് നമസ്കാരം. ചക്രരാജ നികേതന എന്നുള്ള അർത്ഥത്തിന്. അപ്പോ എല്ലാ ദേവതകളുടെയും ഉദ്ഭവം ആരാണ്? ശ്രീമാത. എല്ലാറ്റിൻ്റെയും ഉത്ഭവം ദേവിയാണ്. ദേവതകളുടെ ഉത്ഭവം ദേവിയാണ്. അതുകൊണ്ടാണ് ദേവിയെ ശ്രീമാത എന്നുള്ള നാമത്തിൽ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ എല്ലാ യന്ത്രങ്ങളുടെയും ചക്രങ്ങളുടെയും, ഒരുപാട് യന്ത്രങ്ങളും ചക്രങ്ങളും ഉണ്ട്, അതിൻ്റെ ഒക്കെ ഏറ്റവും മുകളിലിരിക്കുന്നത് ആരാണ്? ദേവി സ്വരൂപം തന്നെയായിട്ടുള്ള ശ്രീചക്രമാണ്. ശ്രീചക്രത്തിനെ ദേവി തന്നെയായിട്ടാണ് ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശരിക്കും നമ്മൾ പറഞ്ഞില്ല, ഈ പ്രപഞ്ചം ശരിക്കും പ്രപഞ്ചത്തിന്റെ ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സൂക്ഷ്മ രൂപമാണ് ശ്രീചക്രം. അതിനകത്ത് ഈ 64 യോഗിനികളും എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തുള്ള എനർജി 64 കോടി എനർജിയും ശ്രീചക്രത്തിൽ വരുത്താൻ പറ്റും. അതിന് 3 ഡയമെൻഷനിലുണ്ട്, അതുപോലെ തന്നെ വെറും പ്ലെയിനിലുള്ള ശ്രീചക്രമുണ്ട്. അപ്പോൾ അതിൻ്റെ ദേവിയുടെ കൃപ കൊണ്ടാണ് ഈ എനർജി ഇങ്ങനെ ശ്രീചക്രത്തിൽ നിന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീചക്രത്തിൻ്റെ ചക്രരാജൻ എന്ന് പറയുന്ന ശ്രീചക്രത്തിൽ നികേതനയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. നമുക്കറിയാം ദേവി ശിവനായിട്ടിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിയെ അന്തർലീനമായിരിക്കുന്ന ശിവൻ. അങ്ങനെയുള്ള 4 ചക്രങ്ങളും ത്രികോണങ്ങൾ മുന്നിലേക്കായിട്ടുള്ളത് അല്ലെങ്കിൽ മുകളിലേക്കുള്ളതും 5 ത്രികോണങ്ങൾ ശക്തി സ്വരൂപിണിയായിട്ട് ശിവൻ ശക്തിയായി മാറുമ്പോഴുള്ള 5 ത്രികോണങ്ങളും കൂടിയിട്ടുള്ള 9 ആവരണങ്ങൾ, നവയോനി ചക്രം എന്ന് അതിന് പേരുണ്ട്. 9 ആവരണങ്ങളും ഉണ്ട് അതിനകത്ത്. ഭൂപുരം മുതൽ ഇന്നർ സർക്കിൾ വരെ 9 ആവരണങ്ങളാണുള്ളത്. 9 ത്രികോണങ്ങളും ആ ത്രികോണങ്ങൾ ഉണ്ടാക്കുന്ന അനേക ത്രികോണങ്ങളും കൂടിയതാണ് ശ്രീചക്രം. അപ്പോൾ ആ ദേവിക്ക് നമസ്കാരം. 246ാമത്തെ വളരെ എളുപ്പമുള്ള നാമമാണ് പാർവതി. പാർവതി എന്ന് പറഞ്ഞാൽ ശങ്കര ഭഗവാന്റെ പത്നി പാർവതി. പർവ്വതത്തിന്റെ മകളാണ് പാർവതി. പർവ്വതൻ ആരാണ്? പർവ്വതരാജൻ ഹിമവാൻ. ഇപ്പോ ഹിമവാൻ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് മക്കളുണ്ടാവുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹിമവാൻ രാജാവ് തന്നെയാണ്. വലിയ മേന എന്നുള്ള മനുഷ്യ സ്ത്രീ തന്നെയായിരുന്നു ഹിമവാന്റെ പത്നി. അപ്പോൾ ദക്ഷൻ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, ദക്ഷന്റെ രാജധാനിയുടെ പേര് ഞാൻ മറന്നുപോയി,
നമ്മുടെ ഈ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഉത്തരകാശി കഴിഞ്ഞ് താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ സമതലം മുഴുവൻ ഭരിച്ചിരുന്നത് ദക്ഷനും, അത് കഴിഞ്ഞാൽ ഈ ഋഷികേശ് മുതൽ മുകളിൽ മുഴൽ കേദാരം മുഴൽ വ്യാപിച്ചു കിടക്കുന്ന ഉന്നത തലങ്ങൾ മുഴുവൻ ഭരിച്ചിരുന്നത് ഹിമവാനുമായിരുന്നു. ആ ഉന്നത തലങ്ങളുടെ രാജാവാണ് ഹിമവാൻ. ആ ഹിമവാന്റെ പുത്രിയാണ് പർവ്വതരാജനാണ് അദ്ദേഹം. പർവ്വതങ്ങളുടെയൊക്കെ രാജാവായി വാണിരുന്നതാണ് ആ ഹിമവാൻ. ആ ഹിമവാന്റെ പുത്രിയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ പേര് പാർവതി എന്നാണ്. അപ്പോ ആദിയോഗിയായിട്ട് അവിടെ ഇരുന്നിരുന്ന ആരായിരുന്നു ആദിയോഗി? ആദിയോഗി മഹാശിവനാണ്, സദാശിവനാണ്. ആ ആദിയോഗിയുടെ പത്നിയായതാണ് ആര്? ആദ്യം സതി. ആദ്യം ദക്ഷനെ പരിണയിച്ച സതി ആ പാർവതി തന്നെയായിരുന്നു. ആ സതിയാണ് ആദിയോഗിനി. അതുപോലെ തന്നെ രണ്ടാമത്തെ ജന്മത്തിലും ഹിമവാന്റെ പുത്രിയായി പിറന്ന് ആ ശിവനെ തന്നെ വിവാഹം കഴിക്കുകയാണ് പാർവതി എന്നുള്ള പേരിൽ. പാർവതി 246 നാമം. 247 നാമം പത്മനയന. വളരെ എളുപ്പമാണ്. താമര ഇതൾ പോലെ മനോഹരമായിട്ടുള്ള കണ്ണുകളുള്ള ദേവി. ദേവിയുടെ കണ്ണുകൾ ഇങ്ങനെ പ്രകാശം ചൊരിഞ്ഞ് ഇങ്ങനെ എല്ലാ ഭക്തജനങ്ങളെയും ആശീർവദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗന്ദര്യമുള്ള താമരക്കണ്ണി, താമരാക്ഷി എന്നൊക്കെ പറയുന്ന ആ ദേവിയുടെ നയനങ്ങൾ. 248 നാമമാണ് പത്മരാഗ സമപ്രഭ. പത്മരാഗ സമപ്രഭ എന്ന് പറഞ്ഞാൽ പത്മരാഗ രത്നം. ഒരു രത്നമാണ് പത്മരാഗം. നമുക്കറിയാം മാണിക്യം ചുവപ്പ് നിറമാണ്. പത്മരാഗം എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. രണ്ടും രണ്ടാണെന്നും പറയുന്നുണ്ട്. പക്ഷെ മാണിക്യത്തിന് പൊതുവെ പത്മരാഗം എന്നും പറയും. ആ പത്മരാഗത്തിന്റെ സമമായ പ്രഭയോടുകൂടിയവളായ ദേവി പത്മരാഗ സമപ്രഭ. നവരത്നങ്ങളിൽ ഒന്നാണ് പത്മരാഗം. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പത്മം എന്ന് പറഞ്ഞാൽ താമര. ആ പത്മത്തിന്റെ രാഗം ചുവപ്പ് നിറം. ആ രാഗം താമരയുടെ, ദേവിയുടെ എല്ലാ നിറവും ചുവപ്പ് തന്നെയാണ്. അപ്പൊ പത്മത്തിന്റെ രാഗത്തോടു കൂടിയവൾ, ദേഹം മുഴുവൻ ആ ചുമന്ന നിറമുള്ള ആൾ. അരുണ ആഭ എന്ന് പറയും നമ്മള്. അരുണവർണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും ചുവപ്പല്ല. ഉദയസൂര്യൻ ഉദിച്ചു വരുമ്പോൾ കാണുന്ന ആദ്യമായിട്ട് വരുന്ന ദേവനാണ് അരുണൻ. അരുണനായിട്ടാണ് സൂര്യൻ വരുന്നത് ആദ്യം. അപ്പോ ആ നിറമാണ്. ആ നിറമുള്ള താമരയുടെ പോലത്തെ ചുവപ്പ് നിറമുള്ള ദേവി പത്മരാഗ സമപ്രഭ എന്നും അർത്ഥമെടുക്കാം. അങ്ങനെ 60 ശ്ലോകം കഴിഞ്ഞു. 61ാമത്തെ ശ്ലോകം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ശ്ലോകം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ 1/3 182 ശ്ലോകങ്ങളേ ഉള്ളൂ. 61 ശ്ലോകം കഴിഞ്ഞാൽ 1/3 ശ്ലോകങ്ങളായി. നമ്മൾ നാമങ്ങൾ എടുക്കുകയാണെങ്കിൽ 250 നാമം ആവും. അപ്പോൾ നമ്മുടെ 1/4 നാമങ്ങളും ആവും. ആദ്യം വലിയ വലിയ നാമങ്ങളായിരുന്നു. അതുകൊണ്ട് ശ്ലോകങ്ങൾ കുറച്ചേ പോയിട്ടുള്ളൂ. പിന്നെ കൂടുതൽ നാമങ്ങൾ പോകും. 60 നമുക്ക് മുഴുമിക്കാൻ പറ്റിയില്ലെങ്കിലും 1-2 നാമം എടുക്കാം. നോക്കാം. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി. പഞ്ചപ്രേതാസനാസീന. ഇതിനകത്ത് 249 മുതൽ 253 വരെ 5 നാമങ്ങളാണ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ നാമങ്ങളാണ്. പഞ്ചപ്രേതാസനാസീന. ഇവിടെ തന്നെ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഞാൻ ഓർമ്മിപ്പിക്കും. ഇത് നമ്മുടെ ഇന്ററാക്റ്റീവ് ക്ലാസ് അല്ല, അല്ലെങ്കിൽ ചോദിക്കാമായിരുന്നു. പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് പറഞ്ഞപ്പോൾ 5 ബ്രഹ്മങ്ങൾ ആരാണെന്ന് പറഞ്ഞു തന്നതായിരുന്നു. വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാം. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ അല്ലെങ്കിൽ ഈശാനൻ. ഇത് 4 കാലുകളാണ് ദേവിയുടെ കട്ടിലിന്. തൽപ്പത്തിന്റെ 4 കാലുകളാണ് 4 പേരും. അതിനാണ് പഞ്ചബ്രഹ്മം എന്ന് നമ്മൾ പറഞ്ഞത് ഈ 5 പേർക്കും, 4 പേർക്ക്. എന്നിട്ടോ ദേവിയുടെ പലക ആരാണ്? സദാശിവനാണ്. സദാശിവൻ എന്ന പലകയാണ്. അതിൻ്റെ മുകളിലാണ് ദേവിയുടെ മെത്ത. ഹംസ തൂവല് കൊണ്ടുള്ള മെത്തയില് ദേവി ആരുടെ മടിയിലാണ് ഇരിക്കുന്നത്? കാമേശ്വരന്റെ മടിയിലിരിക്കുകയാണ് ദേവി ചെയ്യുന്നത്. അപ്പോ അവിടെ നമ്മൾ പഞ്ചബ്രഹ്മം എന്ന് പറഞ്ഞത്, ഇവിടെ പഞ്ചപ്രേതം എന്ന് പറയുന്നു. എന്താണ് വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെയും ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഈശ്വരനും കൂടിയത് തന്നെയാണ്, സദാശിവനും കൂടിയത് തന്നെയാണ് പഞ്ചപ്രേതങ്ങൾ. ബ്രഹ്മവും പ്രേതവും തമ്മിൽ നമ്മൾ പറഞ്ഞു പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ ചൈതന്യമാണ്. അതേസമയത്ത് ആ ചൈതന്യം ഉള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ദേവന്റെ സകല ചൈതന്യങ്ങളും, ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും രുദ്രൻ്റെയും ഈശ്വരൻ്റെയും സദാശിവൻ്റെയും ചൈതന്യങ്ങൾ മുഴുവനും ദേവിയിലായി കഴിഞ്ഞാൽ അവർ നിർജീവമാവും, അല്ലെങ്കിൽ അവർ ദേവി ആശ്രയിച്ചവരായി മാറും. അപ്പോൾ അവർ എന്തു പറയും? നമ്മൾ പഞ്ചപ്രേതം എന്ന് പറയും. നമ്മുടെ തന്നെ സത്ത്,
ആ പ്രാണൻ തന്നെയാണ് നമ്മുടെ സത്ത്. നമ്മുടെ സംസ്കൃതത്തിലും തമിഴിലും ഒക്കെ പറയാ, സത്ത് പോയി എന്ന് പറഞ്ഞാൽ പ്രേതമായി മാറി നമ്മൾ. പിന്നെ പ്രേതം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഗമിച്ചതിനെയാണ് പറയുന്നത് പ്രേതം എന്ന്, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രേതമായിട്ടല്ല അതിനെ പറയുന്നത്. അപ്പോ ഇവിടെ ബ്രഹ്മാവിൻ്റെ ആ ആ, സത്ത് ദേവിയിൽ ലയിക്കുമ്പോൾ, ചൈതന്യം ലയിക്കുമ്പോൾ ഉണ്ടാവുന്ന ദേവിയാണ് ബ്രാഹ്മി. വിഷ്ണുവിൻ്റെ ചൈതന്യം ലയിക്കുമ്പോൾ വൈഷ്ണവി. രുദ്രന്റെ ചൈതന്യം ലയിക്കുമ്പോൾ രുദ്രാണി. മാഹേശ്വരന്റെ ചൈതന്യം ലഭിക്കുമ്പോൾ മാഹേന്ദ്രി. ഇന്ദ്രന്റെ ചൈതന്യം ലഭിക്കുമ്പോൾ ഐന്ദ്രി. അതുപോലെ തന്നെ കുമാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ, കൗമാരി. അത് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെയാണ്? വാരാഹി, അതും കണ്ടു നമ്മൾ. അത് കഴിഞ്ഞാൽ നാരസിംഹി, വരാഹരൂപിയായിട്ടുള്ള ഭഗവാന്റെ ചൈതന്യം വാരാഹി. നരസിംഹരൂപിയായിട്ടുള്ള ദേവന്റെ ചൈതന്യം, വിഷ്ണുവിന്റെ ചൈതന്യം നാരസിംഹി. ഇതൊക്കെ ദേവിയുടെ രൂപങ്ങളായി മാറും. ഇതാണ് അദ്വൈതം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പലതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചാൽ മാത്രം മതിയെന്ന് നോക്കിയിട്ട്. എന്ന് പറയില്ലേ, എന്തോ ഒരു ശ്ലോകമുണ്ട്, തോന്നുമ്പോൾ പറയാം, പെട്ടെന്ന് കിട്ടുന്നില്ല. പിന്നെ അപ്പോ ഈ എല്ലാവിധ ചൈതന്യങ്ങളും പോയി കഴിഞ്ഞാൽ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ അവരെ ചൈതന്യം ദേവിയിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവരെന്തായി മാറും? ഈ ഇത് തന്നെയാണ് മഹാപ്രളയ സമയത്തും സംഭവിക്കുന്നത്. എല്ലാവരും പോവും, പിന്നെ ശിവനും ശക്തിയും മാത്രമായി മാറുന്ന അവസ്ഥയാണ്. അതിനാണ് പഞ്ചപ്രേതം. അങ്ങനെ ആ പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ ആസീന, വിരാജിക്കുന്നവൾ, ഉപവിഷ്ടയായവൾ പഞ്ചപ്രേതാസനാസീന. പഞ്ചബ്രഹ്മം പഠിച്ചാൽ പഞ്ചപ്രേതവുമായി. അപ്പോൾ 58ാമത്തെ നാമത്തിലാണ് പഞ്ചബ്രഹ്മാസന സ്ഥിതി നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞാൽ ഇവർ ശക്തിയോടുകൂടിയിരിക്കുമ്പോൾ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ പരബ്രഹ്മമാണ്. ശക്തി ഇല്ലാതിരിക്കുമ്പോൾ പ്രേതമായി മാറും. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നചേദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമഭി എന്ന് പറയുന്നത്, സ്പന്ദനം ചെയ്യാൻ പോലും ശിവന് ശക്തിയില്ല എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ആ എനർജി വിൽ ബി ഗോയിങ് വിത്തൗട്ട് ദ ശക്തി എന്നുള്ളതാണ്. ഇനിയോ പഞ്ചപ്രേതങ്ങൾ വേറെന്തൊക്കെയാണ്? ചലനമില്ലാത്ത 5 വസ്തുക്കൾ ഏതാണ്? പഞ്ചഭൂതങ്ങൾ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തൊക്കെയാണ്? പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം. പൃഥ്വി, അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലമാണ്, പെട്ടെന്ന് എളുപ്പമാണ്. പൃഥ്വി, അപ്പ്, തേജോ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം. ഇതിനെയും പഞ്ചഭൂതങ്ങളെയും പഞ്ചപ്രേതങ്ങൾ എന്ന് പറയും. അതുകൊണ്ടുള്ള ആസനം ഉണ്ടാക്കിയവൾ എന്ന് പറയാം. അതുകൊണ്ടും ദേവി പഞ്ചപ്രേതാസനാസീൻ എന്ന് പറയും. ഇനിയോ 250ാമത്തെ നാമം പഞ്ചബ്രഹ്മസ്വരൂപിണി. ഈ നാമം പറയാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് 9:30 മണിയായി, നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ നാമത്തിൽ അങ്ങനെ ദേവി അങ്ങനെ ഉപവിഷ്ടയാക്കിയിട്ട് ആ തൽപ്പത്തിൻ്റെ മുകളിൽ പഞ്ചപ്രേതങ്ങളായിട്ടുള്ള ദേവിയെ എല്ലാ ശക്തിയും കൊടുത്ത് ദേവി ഇരിക്കുന്ന ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.